ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പൂ കൊണ്ടൊരു കിണ്ണത്തപ്പമാണ്. ആദ്യം നമുക്ക് ഈ വാഴപ്പൂ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത വാഴപ്പൂ എല്ലാം നമുക്ക് മറ്റൊരു കപ്പിലേക്ക് മാറ്റിയേക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയും കറുപ്പ് ഗൗനി അരിയുമാണ്. അളവ് ഞാനിപ്പോൾ പറയുന്നില്ല. നമുക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് വേണം എടുക്കാൻ. പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ പച്ചരിയുടെ എത്ര എടുത്തോ പച്ചരി അതിൻ്റെ പകുതി മാത്രമേ ഈ ബ്ലാക്ക് റൈസ് എടുക്കാവൂ. ഇനി ഇവ രണ്ടും കൂടി ഒന്നിച്ച് നമുക്ക് കുതിർക്കാനിടാം. ഒരു 6-7 മണിക്കൂർ കുതിർക്കണം. ഈ ബ്ലാക്ക് റൈസിന് കുറച്ച് പശയുണ്ട്, അതിനാൽ നമുക്ക് അളവിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എടുക്കാവൂ. ഒരു അരമുറി തേങ്ങ ചിരവിയത് കൂടി എടുത്തിട്ടുണ്ട്. ശർക്കര വെള്ളം നമുക്ക് അരയ്ക്കാൻ ആവശ്യമുള്ളത് എടുക്കുക. ഇനി നമുക്ക് അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അരയ്ക്കാനായിട്ട് വെള്ളത്തിന് പകരം ഞാനിപ്പോൾ ശർക്കര വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇവ രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് ഞാനിപ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന വാഴപ്പൂ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വെള്ളം ഒട്ടും പാടില്ല. വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത ശേഷമേ നമുക്ക് വഴറ്റാൻ എടുക്കാവൂ. പകുതി വാടി വരുന്ന സമയത്ത് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ എള്ളാണ്. കറുത്ത എള്ളാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റുക. നല്ലതുപോലെ നമുക്ക് വഴറ്റി ഇതുപോലെ എടുക്കണം. വഴറ്റിയെടുത്ത വാഴപ്പൂവെല്ലാം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കതൊന്ന് തണുക്കാൻ വെച്ചേക്കാം. വാഴപ്പൂവെല്ലാം തണുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടി. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ്. നമ്മൾ സൂക്ഷിച്ച് വേണം പക്ഷേ ഇത് ചെയ്യാൻ. കാരണം ഈ അരിയുടെ അളവിൽ നമുക്ക് വ്യത്യാസം വരാൻ പാടില്ല. ഇനി നമുക്ക് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അലങ്കരിക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചൊന്ന് അലങ്കരിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ എല്ലാം വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കിണ്ണത്തപ്പമൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സും എന്നെ അറിയിക്കുക.